ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റൂമിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ പുറത്തോട്ട്. അപ്പം ഇന്ന് ഓണമല്ലേ, ഹാപ്പി ഓണം എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും സദ്യ കഴിച്ച് പപ്പടവും പഴവും പായസവും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് കുഴച്ച് കഴിക്കുന്ന അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നത്. എനിക്ക് എന്താ പറയുക, ഈ പായസം എന്ന് പറയുന്നതിൽ എനിക്ക് പാൽപ്പായസം അത്ര ഇഷ്ടമല്ല. എനിക്കിഷ്ടമുള്ള പായസം എന്ന് പറഞ്ഞാൽ ശർക്കര പായസമാണ്. ശർക്കര പായസം എന്ന് പറഞ്ഞാൽ അത് ഏത് ആണെങ്കിലും ഇഷ്ടമാണ്. ശർക്കര പായസം, അടപ്രഥമൻ, അല്ലെങ്കിൽ പരിപ്പ് പായസം, അങ്ങനെ ശർക്കര വെച്ചുണ്ടാക്കുന്ന പായസങ്ങളുണ്ടല്ലോ, അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതെങ്ങനെ കഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഇലയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് പിന്നെ പഴവും പപ്പടവും എല്ലാം കൂടെ അങ്ങോട്ട് പൊടിച്ചങ്ങോട്ട് ഇട്ടിട്ട് ഞെവിടി അങ്ങോട്ട് അതങ്ങോട്ട് വാരി അങ്ങോട്ട് കഴിക്കുന്ന ഒരു വല്ലാത്തൊരു സുഖമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നത്. ഞാൻ ഈ സദ്യ കഴിക്കുമ്പോൾ ഞാൻ അങ്ങനെ കഴിക്കുള്ളൂ കേട്ടോ, അല്ലാതെ പഴം വേറെ പപ്പടം വേറെ അങ്ങനെ കഴിക്കത്തില്ല. എനിക്ക് അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പം എല്ലാവരും എനിക്ക് പായസം ഉണ്ടാക്കി തരികയാണെങ്കിൽ എനിക്ക് ശർക്കര പായസം ഉണ്ടാക്കി തന്നാൽ മതി. കാരണം ഈ പാൽപ്പായസത്തിനോട് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പം ശർക്കര പായസം ഉണ്ടാക്കി തന്നാൽ മതി. അതേതായാലും മതി, പ്രഥമനോ പരിപ്പോ അതെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് എന്തായാലും കഴിക്കും. ഇന്നത് മാത്രമേ കഴിക്കുമെന്നില്ല, പക്ഷെ അത് ശർക്കര പായസം ആകണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും ഓണമൊക്കെ നല്ലപോലെ ആഘോഷിച്ചെന്ന് കരുതുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നു. ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് വരാം. എല്ലാവരും അടിച്ചു പൊളിക്കുക. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയല്ല ഓണം. അവിടുത്തെ ഈ വർഷത്തെ ഓണവും ഇങ്ങനെ കഴിഞ്ഞു പോയി. ഇനി അടുത്ത ഓണം എന്താവുമെന്ന് ദൈവത്തിനറിയാം. പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓക്കെ, ബൈ ബൈ. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോയിരുന്നു. ഡ്യൂട്ടിക്ക് പോയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ ബൈ.